വെരി ബ്യൂട്ടിഫുള്ളി എംബ്രോയിഡേർഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ ഡ്രസ് കുർത്തിയാണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ലൈൻ കട്ട് വിത്ത് മിഡിൽ സ്ലിറ്റ് ആണ് വരുന്നത്. സെമി ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്ന, ഫുള്ളി ഓപ്പണബിൾ ബട്ടൺ. ഇതിനകത്തെ ആ ഒരു വർക്ക് കണ്ടോ, വെരി ബ്യൂട്ടിഫുൾ. ആ കോൺട്രാസ്റ്റ് കളർ ത്രെഡ്, അതായത് ഇതിന് ചേരുന്ന കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയിഡറീസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. ബോഡി വിത്ത് ലൈനിങ് ആണ്, രണ്ട് സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. XS to 4XL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പ്രീ ബുക്കിംഗ് ആണ്. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും നമ്മളിവിടെ നിന്ന് ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. www.lollipopsboutique.com എന്നാണ് വെബ്സൈറ്റ് ID. അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്, ലോലിപോപ്സ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്, നമുക്ക് വേഗം നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ്, നല്ല ഭംഗിക്കുള്ള കോൺട്രാസ്റ്റ് കളർ ത്രെഡ് എംബ്രോയിഡറി സെയിം ടോണും വെച്ചിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൈസ് വരുന്നത് 999 റെഡി ടു ഡിസ്പാച്ച് അല്ല, പ്രീ ബുക്കിംഗ് ആണ്. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡിസ്പാച്ച് സ്റ്റാർട്ട് ആവുന്നത്. നെക്സ്റ്റ് വന്നു അടുത്ത കളർ നമുക്ക് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ബ്ലാക്കിനകത്ത് ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ പ്ലസ് ഗ്രീൻ ആണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 999 പ്രീ ബുക്കിംഗ്. നെക്സ്റ്റ് വന്നു നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന വെരി ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ത്രെഡ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 999 XS to 4XL സൈസസ് അവൈലബിൾ. പ്രീ ബുക്കിംഗ് ആണ്. 30 വർക്കിംഗ് ഡേയ്സിനാണ്. കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷം ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സ് ഒരു 45-50 വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കും നിങ്ങളുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ കേട്ടോ. ഒരിക്കലും ഒരു മാസത്തിനുള്ളിൽ ഒരിക്കലും പ്രൊഡക്റ്റ് കിട്ടില്ല. അതുപോലെ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടും അല്ല, വർക്കിംഗ് ഡേയ്സ് ആണ്, അതൊന്ന് വേണം. അതുപോലെ എന്ത് നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ മെയിലായിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും, ഒന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് കളർ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീൽ ഷെയ്ഡാണ്. ടീലിനകത്തും സെയിം ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 999 റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് വന്നു നമ്മുടെ ലാസ്റ്റ് കളറാണ്. ഇത് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് പർപ്പിൾ ഷെയ്ഡാണ്. അതിനകത്തേക്കും സെയിം ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്റ്റ് അല്ല, പ്രീ ബുക്കിംഗ് ആണ്. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡിസ്പാച്ച് വരുന്നത്. XS to 4XL സൈസസ് അവൈലബിൾ ആണ്. അപ്പം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. www.lollipopsboutique.com എന്നാണ് വെബ്സൈറ്റ് ID. അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ലോലിപോപ്സ് ബുട്ടീക്കിൻ്റെ ആപ്പ് ഉണ്ടാവും, അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് അതിനകത്തൂടെ ഓർഡേഴ്സിൻ്റെ കൺസേൺസോ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലോ ഒക്കെ പെട്ടെന്ന് നമ്മുടെ പോർട്ടൽ കംപ്ലയിൻറ്റ് പോർട്ടൽ ആക്സസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ കംപ്ലയിൻറ്റ് പോർട്ടൽ റേസ് ചെയ്യാം. അല്ലെങ്കിൽ info@lollipopsboutique.com മെയിൽ അയക്കുക. ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓർഡർ കൺഫർമേഷൻ വരുന്ന മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ no@lollipopsboutique.com എന്നുള്ളൊരു മെയിലാണ്. അത് ഇറ്റ്സ് എൻ ഓട്ടോമേറ്റഡ് ഫ്ലോ. അതൊരു ഓട്ടോമേറ്റഡ് ഫ്ലോ ആണ്. അതിൻ്റെ ഒരു മെയിൽ ബോക്സ് നമ്മൾ ആരും മോണിറ്റർ ചെയ്യുന്നില്ല. മിക്കപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കൺസേൺ ഉള്ളപ്പോൾ ആ ഒരു മെയിലിലേക്കാണ് മിക്ക കസ്റ്റമേഴ്സും റിപ്ലൈ അയക്കുന്നത്. അത് അയച്ചിട്ട് അതിൽ നിന്നാണ് നമുക്ക് റിപ്ലൈ വരുന്നത്. കാരണം ഈ ഇടയ്ക്ക് വന്ന കുറേ കൺസേൺസ് നമ്മൾ ഇത് കൂടുതലായിട്ട്, കാരണം ഇഷ്യൂസ് വരുമ്പം കോമൻസ് വരുമ്പോൾ, അതായത് മെയിൽ അയച്ചു റിപ്ലൈ ഇല്ലാന്ന് കോമൻസ് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് റൂട്ട് കോസ് കണ്ടുപിടിക്കുമ്പോഴാണ് ഇതിലേക്കാണ് റിപ്ലൈ അയക്കുന്നത്. അതിലേക്ക് റിപ്ലൈ അയച്ചാൽ നോ റിപ്ലൈ ആണ്, അതിനകത്ത് വരില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമൻസിലോ പറയുന്നുണ്ട്. നമ്മുടെ മെയിൽ ID എന്ന് പറഞ്ഞാൽ info@lollipopsboutique.com ആണ് കേട്ടോ. അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് പോർട്ടൽ റേസ് ചെയ്യുക. എന്താണെങ്കിലും ഇവിടുന്ന് ടീമിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു കോള് കണക്ട് ആയിട്ടില്ലെങ്കിൽ SMS ഓർ ടെക്സ്റ്റ് മെയിൽ ഫോർ ഷ്യൂർ വന്നിരിക്കും. ഇത് അല്ലാതെ മിസ്സാവില്ല. ബിക്കോസ് അങ്ങനെയാണ് നമ്മൾ, അതല്ലാതെ അത് മിസ്സാവില്ല. കാരണം അങ്ങനെയാണ് നമ്മളിവിടെ സിസ്റ്റം അറേഞ്ച് ചെയ്തത്. സിസ്റ്റം നമ്മുടെ പ്രോസസ്സ് വരുന്നത് അങ്ങനെയാണ്. ബിക്കോസ് നമ്മൾ ഓരോ സ്റ്റെപ്പും ഗ്രോ ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും സിസ്റ്റം ആയിക്കോട്ടെ, പ്രോസസ്സ് ആയിക്കോട്ടെ, ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഇനിഷ്യലി തുടങ്ങിയപ്പോൾ വാട്സാപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വരെ നമ്മൾ വാട്സാപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടും കുറേ നാൾ നമ്മൾ വാട്സാപ്പ് സപ്പോർട്ട് എടുത്തു. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഉണ്ട് നമുക്ക് വാട്സാപ്പിലൂടെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴാണ് നമ്മൾ വാട്സാപ്പ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് ആണെങ്കിൽ പോലും വാട്സാപ്പ് അവൈലബിൾ അല്ല. പകരം നമ്മളിങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് കംപ്ലയിൻറ്റ് പോർട്ടലാണ്. ബിക്കോസ് അത്രയും അത് സിസ്റ്റമാറ്റിക് ആണ്. അത് ഒരെണ്ണം പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാതെ വിടാൻ പറ്റില്ല. അത്രയും എക്സിക്യൂട്ടീവ്സ് അത് നോക്കുന്നതാണ്. ബിക്കോസ് അത് അവരുടെ ഒരു എന്താ പറയുക, ഒരു മെട്രിക്കാണ്, അവരുടെ ഒരു KPI ആണ്. ഇത് ചെയ്താൽ മാത്രമേ നെക്സ്റ്റിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കംപ്ലയിൻറ്റ് പോർട്ടൽ റേസ് ചെയ്യുക. DMO അല്ലെങ്കിൽ ഒരു കമൻറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റില്ല. കമൻറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമില്ല, ഓർഡർ ID കൂടി വെച്ച് കമൻറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പ്ലീസ് കോപ്പറേറ്റ്. എന്നാൽ മാത്രമാണ് നമുക്ക് സപ്പോർട്ട് കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.